1950 ജനുവരി 26 ഒരു സാധാരണ പ്രഭാതമല്ലായിരുന്നു. ആ ദിവസത്തിന്റെ സൂര്യൻ ഉദിച്ചത് ഒരു രാജ്യത്തിന്റെ നെഞ്ചിൽ പുതിയൊരു ആത്മാവുമായി. വർഷങ്ങളോളം അടിമത്തത്തിന്റെ ഇരുട്ടിൽ അലയുന്ന ഒരു ജനതയ്ക്ക് ആ ദിവസം സ്വന്തം നിയമം, സ്വന്തം സ്വരൂപം, സ്വന്തം സ്വപ്നം ലഭിച്ച ദിവസം. അതിനാലാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനം ഒരു ആഘോഷം മാത്രമല്ല, ജനാധിപത്യത്തിന്റെ ജനനവും ജനങ്ങളുടെ ആത്മബലത്തിന്റെ പ്രഖ്യാപനവും തന്നെയാണ് എന്ന് പറയുന്നത്. ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഔപചാരിക കാരണം 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത് എന്നതാണ്. റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അടിസ്ഥാനപരമായ അർത്ഥതലങ്ങൾ ഇവയാണ്. 1. ഭരണാധികാരം ജനങ്ങളുടെ കയ്യിലാണ്. 2. ഭരണഘടനയും നിയമവും പ്രകാരമാണ് രാജ്യം നടത്തപ്പെടുന്നത്. 3. രാജ്യത്തിന്റെ തലവൻ തിരഞ്ഞെടുക്കപ്പെടുന്നവനാണ്. അവൻ രാജകുടുംബത്തിലൂടെ വരുന്ന ആളല്ല. അതായത് റിപ്പബ്ലിക് എന്നാൽ ജനങ്ങളാൽ, ജനങ്ങൾക്കായി, ജനങ്ങൾക്കുള്ള ഭരണ സംവിധാനം എന്നാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ചില ദിവസങ്ങളുണ്ട്. പൊതു അവധിയല്ല, രാഷ്ട്രീയ ബോധത്തിന്റെ ഉണർവായി മാറുന്ന ദിനങ്ങൾ. ജനുവരി 26 അത്തരത്തിലുള്ള ദിനങ്ങളിൽ അതിപ്രധാനമാണ്. സ്വാതന്ത്ര്യത്തിനായി പല തലമുറകളും പ്രയത്നിച്ചു. എന്നാൽ അവരുടെ ലക്ഷ്യം വെറും വിദേശ ഭരണത്തിൽ നിന്നും മോചനം മാത്രം ആയിരുന്നില്ല. സ്വന്തം നിയമവും സ്വന്തം ഭരണരീതിയും സ്വന്തം ആത്മബലവുമുള്ള ഒരു രാഷ്ട്രം ഉയരുക എന്നതായിരുന്നു. 1929 ലാഹോറിൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുമ്പോൾ മുതൽ ജനുവരി 26 ഒരു പ്രതിജ്ഞയുടെ ദിനമായി മാറി. സമയം നീങ്ങി. 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും രാജ്യം അപ്പോഴും ഭരണഘടന ഇല്ലാത്ത ഒരു വഴിത്തിരിവിൽ നിൽക്കുകയായിരുന്നു. അതിനുശേഷമുള്ള ഭരണഘടനാ നിർമ്മാണത്തിന്റെ മഹത്തായ യാത്ര വിവിധ ചിന്തകളുടെയും ആശയങ്ങളുടെയും സങ്കലനമായി രൂപപ്പെട്ടപ്പോൾ ഒരു ചരിത്ര നിമിഷം ജനിച്ചു. അങ്ങനെ 1950 ജനുവരി 26 ഇന്ത്യ സാർവഭൗമ ജനാധിപത്യ റിപ്പബ്ലിക് ആയി ഉയർന്നു. ഇത് വെറും ഒരു ഭരണഘടനാ നിർദ്ദേശം മാത്രമായിരുന്നില്ല, ഒരു രാജ്യത്തിന്റെ ആത്മസാക്ഷിയുടെ പ്രഖ്യാപനം തന്നെയായിരുന്നു. റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ പ്രാധാന്യം എന്നത് ഒരു ഭരണ സംവിധാനത്തിന്റെ, അവകാശബോധത്തിന്റെ, കർത്തവ്യബോധത്തിന്റെ, ദേശാഭിമാനത്തിന്റെ മൂല്യങ്ങളുടെ സംയോജനമാണ്. ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ദിവസം, ജനാധിപത്യത്തിന്റെ വിജയ ദിവസം, അവകാശങ്ങളും കടമകളും ഉറപ്പായ ദിവസം, ദേശീയ ഐക്യവും വൈവിധ്യവും ആഘോഷിക്കുന്ന ദിവസം, രാജ്യസുരക്ഷയ്ക്കും സ്വാതന്ത്ര്യത്തിനും ബലി നൽകിയവരെ ആദരിക്കുന്ന ദിവസം, പൗരബോധം ഉയർത്തുന്ന ദിവസം. അങ്ങനെ എല്ലാം ഒരുമിച്ചുള്ള മഹത്തായ ഒരു സത്യം ഓർമ്മപ്പെടുത്തുന്ന ദിനം. റിപ്പബ്ലിക് ദിനത്തിന്റെ ചരിത്ര പ്രാധാന്യം എന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്വാതന്ത്ര്യം പിടിച്ചെടുക്കാം, പക്ഷേ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നത് നിയമത്തെയും ഭരണഘടനയെയും മാനിക്കുന്ന ജനങ്ങളാൽ മാത്രമേ സാധിക്കൂ. ഇന്ത്യൻ ഭരണഘടന ആമുഖം. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും
ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിന്റെ ഈ 26-ാം ദിവസം ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. റിപ്പബ്ലിക് ദിനം ഒരിക്കലും പറഞ്ഞിട്ടില്ല രാജ്യം നിനക്കായി എന്തു ചെയ്യുന്നു എന്ന കഥ. ഇത് എന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഈ രാജ്യം നീ എന്താക്കി മാറ്റും എന്നാണ്. അതുകൊണ്ട് ഈ ദിനം അഭിമാനത്തോടെ ആഘോഷിക്കാനും എന്നാൽ മനസ്സ് തൊട്ട് പ്രതിജ്ഞ പുതുക്കാനും വേണ്ട ദിനമാണ്. നീതിയും കരുണയും ധൈര്യവും നിറഞ്ഞ, അഭിമാനം നിറഞ്ഞ, ഉത്തരവാദിത്വം നിറഞ്ഞ, ഹൃദയത്തിൽ ഇന്ത്യയും കയ്യിൽ പതാകയും ഏന്തിയ എല്ലാ ഭാരതീയർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ. ഭാരത് മാതാ കി ജയ്.